സർക്കാർ പ്രഖ്യാപിച്ച പ്രതിമാസ തുക കിട്ടുന്നില്ലെന്ന് പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിയുടെ അമ്മ. കുട്ടിയുടെ പഠന ചെലവിന് പ്രഖ്യാപിച്ച തുക 2 മാസം മാത്രമാണ് ലഭിച്ചത്. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും പ്രസീത 24-നോട് പറഞ്ഞു. 2 മാസത്തിൽ ഇങ്ങനെ എന്തോ കിട്ടിയതായിരുന്നു. ജനുവരി ഫെബ്രുവരിയിൽ അങ്ങനെ 2 മാസം കിട്ടി. 7 മാസമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു, എന്താണ് ഈ പൈസൻ്റെ കയറിയിട്ടില്ല പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാറിന് ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കയറുള്ളൂ എന്നൊക്കെ പറയണവർ. ചെറിയൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. 3 മാസത്തേക്കും പിന്നെ 16,000 രൂപ അങ്ങനെ എന്തോണ് പിഴയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് എന്താണ് പറഞ്ഞാൽ എൻ്റെ കുട്ടീൻ്റെ കയ്യാണ് പോയിരിക്കണം. അപ്പോൾ അതിന് വലിയൊരു സംഭവമായിട്ടാണ് കാണേണ്ടത്. പക്ഷേ അവരൊരു ചെറിയൊരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി ചേരുന്നു. ഷാരിഖ്, ഓടിക്കളിച്ച കുറ്റത്തിന് സിസ്റ്റത്തിന്റെ പിഴവിൽ കൈമുറിച്ച് മാറ്റേണ്ടി വന്ന ഒരു കുഞ്ഞാണത്. നമ്മൾ തമ്മിൽ SK സാറിന്റെ ഷോയിലൊക്കെ അവർ വരികയൊക്കെ ചെയ്തായിരുന്നു. അങ്ങേറ്റം സങ്കടകരമാണ്. ഏതെങ്കിലും തരത്തിൽ വരുമാനമില്ലാത്തവരാണ്. ഒരുപാട് ചികിത്സയ്ക്കായി കയ്യിൽ നടക്കം ചെലവാകേണ്ടി വന്നവരാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കും VD സതീശൻ അവരുടെ ഈ കുഞ്ഞിന് കൃത്രിമൊക്കെ വെക്കാനുള്ള തുക ഏറ്റെടുത്തതൊക്കെയാണ്. ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ 4,000 രൂപ എന്ന് പറയുന്ന തുക തന്നെ വളരെ ചെറിയ തുകയാണ്. ആ തുക പോലും കയറുന്നില്ല എന്ന അമ്മയുടെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം വേദനാജനകമാണ്, സങ്കടകരമാണ്. ഷാരിഖ്, ഹാഷ്മി, അമൃത, തീർച്ചയായും അത്തരത്തിൽ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താഴെ വീണു. ആ കുട്ടിയുടെ കയ്യിൽ പൊട്ടലുണ്ടായി, എല്ല് പൊട്ടി. തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി. ആ ജില്ലാ ആശുപത്രിയിലെ ചില ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അവരുടെ പിഴവ് മൂലം ആ കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം കേരളം വളരെ നെട്ടലോടെ കണ്ടതാണ്, കേട്ടറിഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ കുട്ടിക്ക് അന്നുണ്ടായിരുന്ന പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, ശിശു വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കുട്ടിക്ക് പഠന ചെലവ് വഹിക്കാമെന്നും സർക്കാർ അന്ന് ഉറപ്പു നൽകിയിരുന്നു. അന്നത്തെ പിണറായി സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ആ തുക പ്രതിമാസമായി 4,000 രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ മാസങ്ങളേറെയായിട്ടും 6 മാസത്തിലധികമായിട്ടും ഈ തുക വരുന്നില്ലെന്നാണ് വിനോദിനിയുടെ കുടുംബം അല്ലെങ്കിൽ വിനോദിനിയുടെ അമ്മ പ്രസീത നമ്മളോട് പറഞ്ഞത്. അതുമാത്രവുമല്ല, ഈ ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നിസാര വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതായത് 3 മാസം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന അല്ലെങ്കിൽ പിഴ അടച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോരാവുന്ന ഒരു വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കുട്ടിയുടെ വലത് കൈയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവരുടെ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതെയായി എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ വേദനാജനകമായ അല്ലെങ്കിൽ അതീവ സങ്കടം ഉയർത്തുന്ന ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിസാര വകുപ്പുകൾ ചുമത്തി ഈ ഡോക്ടർമാരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രവുമല്ല ആഷ്മി, അവർ ഈ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഇവർക്ക് വരുന്ന പഠന ചെലവ് വരാതായതും അതുപോലെ തന്നെ ഈ ഡോക്ടർമാർക്കെതിരെ ചുമത്തിയ ഈ വകുപ്പുകൾ മാറ്റണം, പുതിയ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ഈ കുട്ടിയുടെ പഠനം പൂർത്തിയായ ശേഷം കുട്ടിക്ക് സർക്കാർ ജോലി നൽകണമെന്നുള്ള ഉത്തരവും നൽകിയിരുന്നു. അത്തരത്തിൽ ഇതൊക്കെ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വലിയ അലംഭാവം ഇവരുടെ കാര്യങ്ങളിൽ ഉണ്ടാവുന്നത്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.